ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സലിൽ പി വാസുദേവൻ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ. ഇവിടെ വളരെ മനോഹരമായ ഒരു സ്ഥലമുണ്ട്, കൈനഗിരി. കൈനഗരിയിൽ വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുനിന്നും കുറച്ചകത്തേക്ക് മാറി വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. ഇന്ന് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്ന സ്ഥലം ഒരു ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ്. ഒരു ചരിത്രമല്ല, ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണത്. വാഴ്ത്തപ്പെട്ട ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജന്മഗൃഹം. ആ ജന്മഗൃഹം എനിക്ക് പെയിൻറ്റിങ്ങിലൂടെ കാണിച്ചു തരാൻ കഴിയില്ല. ജന്മഗൃഹത്തിന് ചുറ്റുമുള്ള വളരെ പുറത്തു നിന്നാണ് ഞാനത് ചെയ്യുന്നത്. ജന്മഗൃഹം ഇതിനകത്താണ്. ഞാനത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1805 ഫെബ്രുവരി 10 കൈനഗരിയിൽ കുര്യാക്കോസ് മറിയം ദമ്പതികളിൽ ജനിച്ചു. വൈദിക പരിശീലനത്തിന് ശേഷം 1829 നവംബർ 29 വൈദികനായി. ആത്മീയ നവീകരണ രംഗത്തും സാമൂഹ്യ രംഗത്തും ചവറയച്ചന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന അദ്ദേഹത്തിൻ്റെ ആശയം കേരളം മുഴുവൻ ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന് നിമിത്തമായി. ജീവിച്ചിരുന്നപ്പോൾ തന്നെ എല്ലാവരും അദ്ദേഹത്തെ ഒരു വൈദിക മനുഷ്യൻ എന്ന് വിളിച്ചിരുന്നു. നന്മ ചെയ്യാത്തൊരു ദിവസമുണ്ടായാൽ അത് നിന്റെ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്താതെ പോകും എന്ന് പഠിപ്പിച്ച ചവറയച്ചൻ ഒരു പുരുഷായുസ്സിൽ ചെയ്യാവുന്നതിലധികം നന്മകൾ 66 വർഷങ്ങൾക്കിടയിൽ ചെയ്തു. ദരിദ്രരായ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും വസ്ത്രവും നൽകി പാവപ്പെട്ട കുട്ടികളെയും വിദ്യാഭ്യാസത്തിന് പ്രേരിപ്പിച്ചു. അനാഥർക്കും അഗതികൾക്കും പിച്ചക്കാർക്കും സംരക്ഷിക്കാനാരുമില്ലാത്ത വൃദ്ധർക്കും വേണ്ടി കൈനഗരിയിൽ 1869 ആരംഭിച്ച ഉപവിശാലയും അതിൻ്റെ നടത്തിപ്പിന് തുടങ്ങിയ സന്നദ്ധ സംഘടനയും ചവറയച്ചൻ്റെ മേൽനോട്ടത്തിലുണ്ടായതാണ്. ജനുവരി 3 മാമോദീസയിൽ ലഭിച്ച വരപ്രസാദം ഇതുവരെ നഷ്ടപ്പെടുത്താതെ മരിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടും തിരുക്കുടുംബം നിങ്ങളിൽ മരണം നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഭാഗ്യമരണം പ്രാപിച്ചു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ II മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് 1986 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അദ്ദേഹം രാഷ്ട്രനിർമ്മിതിയിൽ നടത്തിയ സാമൂഹ്യ സംഭാവനകൾക്ക് ബഹുമതിയായി ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. മലയാള സാഹിത്യത്തിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ പരിഗണിച്ച് കേരള ഗവൺമെന്റ് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ അദ്ദേഹത്തിന്റെ എണ്ണഛായാചിത്രം അനാച്ഛാദനം ചെയ്തു.
വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശം. ആർട്ടിന്റെ ഭംഗി, അതിന്റെ ഭംഗി. ഓക്കെ, താങ്ക് യു. അടുത്ത പെയിന്റിങ്ങുമായി പുതിയ സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.